ഉപ്പുതറ കണ്ണമ്പടി ആദിവാസി സങ്കേതങ്ങളിലെ വാക്കത്തി മേമാരി സാംസ്കാരിക നിലയങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കിയില്ലെന്ന് പരാതി. പട്ടികവർഗ വകുപ്പ് അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് 5 വർഷം മുമ്പ് നിർമ്മാണം ആരംഭിച്ച കമ്മ്യൂണിറ്റി ഹാളിന്റെ ശൗചാലയ നിർമ്മാണവും ടൈൽ ഇടിയിലും ഇനിയും ബാക്കിയാണ്. അഴിമതി നടത്തി പണം തട്ടിയ കരാറുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഊരുകൂട്ടം പഞ്ചായത്തിന് പരാതി നൽകി. ഉപ്പുതറ പഞ്ചായത്തിലെ ആദിവാസി മേഖലയാണ് കണ്ണമ്പടി വാക്കത്തിയിലും മേമാരിയിലും 2018 സാംസ്കാരിക നിലയം നിർമ്മിക്കാൻ ST വകുപ്പ് 30 ലക്ഷം രൂപ വീതം ഫണ്ട് അനുവദിച്ചത്. പണിതിട്ടും പണി തീരാതെ മേമാരിയിലെയും വാക്കത്തിയിലെയും സാംസ്കാരിക നിലയങ്ങൾ പ്രവർത്തിക്കാതെ കിടക്കുകയാണ്. 6 വർഷം മുമ്പ് പണി ആരംഭിച്ച സാംസ്കാരിക നിലയത്തിലെ ശുചിമുറിയുടെ നിർമ്മാണം ഇനിയും പൂർത്തിയായിട്ടില്ല. നിർമ്മാണം പൂർത്തിയായ കെട്ടിടം മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലുമാണ്. 30 ലക്ഷം രൂപ വീതം ചെലവഴിച്ച കെട്ടിടങ്ങൾ ഈ അവസ്ഥയിലായത് കരാറുകാരന്റെ അഴിമതിയാണെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. വനത്തിന് നടുവിൽ പ്രവർത്തിക്കുന്ന ആദിവാസി സങ്കേതമാണ് മേമാരിക്കുടി. ഇടുക്കി പദ്ധതിക്ക് വേണ്ടി കുടിയിരുത്തിയവരാണ് ഇവിടുത്തെ 26 കുടുംബങ്ങൾ. ഇവർക്ക് ഒത്തുചേരാൻ ഒരു സൗകര്യവും ഉണ്ടായിരുന്നില്ല. ഇതിന് പരിഹാരം കാണാനാണ് 30 ലക്ഷം രൂപ മുടക്കി ഇവിടെ സാംസ്കാരിക നിലയം നിർമ്മിക്കാൻ ST വകുപ്പ് നടപടിയെടുത്തത്. വാക്കത്തിയിലും ഇതേ അവസ്ഥയിലാണ്. ശൗചാലയം മാത്രമല്ല, ഇവിടെ ടൈൽ വിരിക്കുക പോലും ചെയ്തിട്ടില്ല. പഞ്ചായത്തിലെ വാക്കത്തി അതുപോലെ തന്നെ മേമാരി എന്നീ 2 ട്രൈബൽ സെഗ്മെന്റിനുള്ളിൽ കമ്മ്യൂണിറ്റി ഹാൾ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കൂട്ടം അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ കൂടിച്ചേരുവാനായിട്ടുള്ള നിർമ്മിച്ച സംവിധാനമാണ്. ഇത് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് പൂർത്തീകരിക്കാതെ മുഴുവൻ ബില്ല് മാറി നിൽക്കുന്നതായിട്ടാണ് രേഖകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത് പണി പൂർത്തീകരിക്കാത്ത കോൺട്രാക്ടർക്കെതിരെയും വേണ്ട നടപടികൾ സ്വീകരിക്കാനുള്ളൊരു രൂപത്തിലാണ് ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു കൂട്ടത്തിൽ നിന്നുള്ള പരാതികളും ഒക്കെ നമുക്ക് ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ നടപടികളിലോട്ട് പഞ്ചായത്ത് പോകാനായിട്ട് തീരുമാനമെടുത്തിട്ടുള്ളത്. 30 ലക്ഷം രൂപ ചെലവഴിച്ച കെട്ടിടം ചോർന്നൊലിക്കാനും തുടങ്ങിയതോടെ ഊരുകൂട്ടം ചേരുകയും ചെയ്തു. ഇതിൽ വലിയ ബഹളം ഉണ്ടാവുകയും ഊരുകൂട്ടം കരാറുകാരനെതിരെ പഞ്ചായത്തിൽ പരാതി നൽകുകയും ചെയ്തു. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ 2 കെട്ടിടങ്ങളെയും ബില്ല് മാറുകയും ചെയ്തിട്ടുണ്ട്. അഴിമതി നടത്തി പണം തട്ടിയ കരാറുകാരനെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് ഊരുകൂട്ടം പരാതി നൽകിയിരിക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.